നമസ്കാരം. ആപ്പിൾ ഫോൺ സനാതന വിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത്. ഒരുപാട് ആളുകളെ കുറിച്ച് അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് ഒരു ഉപകരണം, ഒരു ഇലക്ട്രോണിക് ഉപകരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരുന്നത്. ആരോപണമല്ല, അതാണ് ശരി എന്ന് ചില ആളുകൾ ഉറപ്പിച്ചു പറയുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇവരൊക്കെ പറയുന്നത്, ഈ ആപ്പിൾ ഫോണിലെ വിർച്വൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള സിറിയോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന് മറുപടി ഉണ്ട്, അതേസമയം ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ മറുപടിയില്ല. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്നത്. ഇതൊരു മതവിഭാഗത്തെ മാത്രം തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ആപ്പിൾ കമ്പനിക്കാർ മനഃപൂർവ്വം അത് ചെയ്തതാണ്. അതേസമയം ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ വികാരം മാനിക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ആരോപണങ്ങൾ. അതുകൊണ്ട് ഈ ഫോൺ സനാതന വിരുദ്ധമാണ്, ആരും ഈ ഫോൺ വാങ്ങി ഉപയോഗിക്കരുത്. സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. നേരത്തെ ഇത്തരത്തിലുള്ള ഒരുപാട് വിവരക്കേടുകളും വിഡ്ഢിത്തങ്ങളും ഒക്കെ പല ആളുകളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഫോണിനെ, ഒരു ഉപകരണത്തെ ഇങ്ങനെ സനാതന വിരുദ്ധമായി കാണുന്നത് ഇതാദ്യമായിട്ടാണ്. പാകിസ്ഥാന്റെ കൊടിയിലെ ചന്ദ്രക്കല എടുത്തു മാറ്റണം, അതുപോലെ തന്നെ അങ്ങനെ പല ആവശ്യങ്ങളും പലരും പല സമയങ്ങളിൽ ഉന്നയിച്ചിട്ടുണ്ട്. ചന്ദ്രൻ ഞങ്ങളുടേതാണ്, സൂര്യൻ ഞങ്ങളുടേതാണ്, ചാണകം ഞങ്ങളുടേതാണ്, ഗോമൂത്രം ഞങ്ങളുടേതാണ്, പശു ഞങ്ങളുടേതാണ്. ഇങ്ങനെയുള്ള പല അവകാശവാദങ്ങളും ഉന്നയിച്ച ആളുകൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു ഫോണിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഇലക്ട്രോണിക് ഉപകരണം അത് സനാതന വിരുദ്ധമാണെന്ന് അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചകൾ നടക്കുമ്പോൾ ചില ആളുകളൊക്കെ ഇത്തരം വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ ദിനേന അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ പറയുന്ന ഒരു വാചകമാണ് അസ്സലാമു അലൈക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു വാക്ക് പറയുമ്പോൾ കൃത്യമായ ഒരു മറുപടി ലഭിക്കുന്നത്. അതേസമയം ജയ് ശ്രീരാം എന്ന് പറയുന്നത് അത് ഒരു ഭക്തിപരമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്, ഭക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യത്തിന് മറുപടി ലഭിച്ചോളണമെന്നില്ല. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടോ മറ്റൊരു മതവിഭാഗത്തോടുള്ള വിരോധം കൊണ്ടോ വിയോജിപ്പ് കൊണ്ടോ ഒന്നുമല്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്, പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്ര പറഞ്ഞു മനസ്സിലാക്കിയാലും ഒരു വിഭാഗത്തിന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ തീർത്തു പറയുന്നു ഐഫോൺ സനാതന വിരുദ്ധമാണ്, ഇനി ഒരാളും ഐഫോൺ വാങ്ങി ഉപയോഗിക്കരുത് എന്നവർ തീർത്തു പറയുകയാണ്. എന്ത് ചെയ്യാൻ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്നല്ലാതെ കൂടുതലൊന്നും ഈ വിഷയത്തെക്കുറിച്ച് പറയാനില്ല.